ഒരു ഡെക്കിന് ശേഷം വരുന്ന ഒരു ഇന്നിങ്സ്, സ്വന്തം ടീമിനെ സേഫായ ഇടത്തിലെത്തിച്ച ഒരു മനോഹരമായ ഇന്നിങ്സ്, അതിനൊപ്പം സെഞ്ചുറി എന്ന മധുരം കൂടി നുണഞ്ഞു എന്ന് മാത്രം. എന്തൊരു കൺട്രോളഡായ ഇന്നിങ്സ് ആണല്ലേ. അതിവേഗത്തിലുള്ള തുടക്കം, പടിക്കലിനൊപ്പം പതിയെ പതിയെ ഇന്നിങ്സ് ബിൽഡ് ചെയ്തു. ഒരു ഘട്ടത്തിലും റെക്കോർഡ് റൺ റേറ്റ് കൈവിട്ടു പോകാതെ തന്റെ പതിവിൽ തന്നെ അയാൾ നിർത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൗണ്ടറികൾ പായിച്ചു. പുതിയ കളിക്കാരെ തോൽപ്പിക്കും തരത്തിൽ വിക്കറ്റിനിടയിൽ സിംഗിളുകളും ഡബിളുകളും ഓടിയെടുത്തുയർത്തിയ മനോഹരമായ ഇന്നിങ്സ്. ഇത് കാണുമ്പോൾ ഈസിയാണ് അയാളെന്ന് നമ്മെ തോൽപ്പിക്കുകയാണ്. എന്നാലും എങ്ങനെയാണ് അയാൾ ഇത്രയും വേഗത്തിൽ ഇപ്പോഴും ഓടുന്നതെന്ന് ചിന്തിച്ചു പോകുകയാണ്. ഈ 38-ാം വയസ്സിലും ചേസ് മാസ്റ്റർ എന്ന പേര് എന്തുകൊണ്ട് തനിക്ക് വീണു എന്നത് ലോകത്തിനു മുമ്പിൽ കോഹ്ലി MRF ബാറ്റിലൂടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. വാട്ട് എ പ്ലെയർ. റായ്പൂരിലെ ആകാശത്തിൽ നിന്ന് രാജകീയമായ ഒരു തിളക്കമായിരുന്നു. ആ പഴയ സിംഹം തന്റെ സിംഹാസനത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 2 ഡെക്കുകൾക്ക് ശേഷം വിരാട് കോഹ്ലി എന്ന പേരിനെ എഴുതി തള്ളിയവർക്ക് മുമ്പിൽ പവർ പ്ലേയുടെ ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം തന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകി തുടങ്ങി. ഓരോ ഷോട്ടിലും ആത്മവിശ്വാസത്തിന്റെ ആ പഴയ ഗന്ധമുണ്ടായിരുന്നു. മത്സരം 17-ാം ഓവറിലേക്ക് കടക്കുമ്പോൾ റൺ റേറ്റ് കുതിച്ചുയരുകയായിരുന്നു. എന്നാൽ സമ്മർദ്ദം വിരാട്ടിനെ ബാധിച്ചില്ലായിരുന്നു. അനുകുൽ റോയിയുടെ പന്തിൽ അദ്ദേഹം റൂം തുറന്നെടുത്ത ആ സിക്സർ ഒരു കവിത പോലെ മനോഹരമായിരുന്നു. ക്രീസിൽ തന്റെ ഇടം കണ്ടെത്തി ബൗളറുടെ മനസ്സ് വായിച്ച് ഗ്രൗണ്ടിന്റെ മധ്യത്തിലൂടെ ആ പന്തിനെ അതിർത്തി കടത്തിയപ്പോൾ ഗാലറി ഇരമ്പിയാർക്കുകയായിരുന്നു. ഓപ്പൺ ദ റൂം ആൻഡ് ബാഷ് എന്ന ശൈലിയെ അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കിയ നിമിഷമായിരുന്നു. റായ്പൂരിലെ നീളമേറിയ ബൗണ്ടറികൾ പലർക്കും വെല്ലുവിളിയായപ്പോൾ വിരാട് കോഹ്ലി അതിനെ അതിജീവിച്ചത് തന്റെ കായികക്ഷമത കൊണ്ടാണ്. ഫോറുകൾക്കും സിക്സറുകൾക്കും കാത്തു നിൽക്കാതെ വിക്കറ്റുകൾക്കിടയിൽ അദ്ദേഹം നടത്തിയ മിന്നൽ വേഗത്തിലുള്ള ഓട്ടം കാണികളെ അത്ഭുതപ്പെടുത്തി. ഓരോ സിംഗിളിനെയും ഡബിളാക്കി മാറ്റുന്ന ആ പോരാട്ടവീര്യം ഒരു രക്ഷകന്റെ ഉദയമായിരുന്നു. പവർ പ്ലേയിൽ പടയോട്ടം തുടങ്ങിയ രാജാവ് ടീമിനെ വിജയതീരത്തെത്തിക്കുന്നത് വരെ അവിടെ പാറ പോലെ ഉറച്ചു നിന്നു. ആ കളി ജയിപ്പിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ പഴയ തീഷ്ണതയുണ്ടായിരുന്നു. സമ്മർദ്ദം അങ്ങേയറ്റം ഉണ്ടായപ്പോഴും പതറാതെ ആ ബാറ്റിംഗ് പ്രകടനം അയാൾ ആരാധകർക്ക് നൽകിയത് ഒരു പ്രതീക്ഷയാണ്, ഒരു വലിയ സന്ദേശം കൂടിയാണ്. അതെ, കിങ് ഈസ് ബാക്ക്. ഇത് വെറുമൊരു മടങ്ങിയ വരവല്ല, ക്രിക്കറ്റ് ലോകത്തെ തന്റെ സാമ്രാജ്യത്തിലേക്കുള്ള രാജാവിന്റെ വീരോചിതമായ തിരിച്ചുവരവാണ്. ഇത് വിരാട് കോഹ്ലിയാണ്, ക്രിക്കറ്റ് ലോകത്തെ ഒരേയൊരു രാജാവാണ്. ക്രിക്കറ്റ് ലോകം ഒരു വേള നിശബ്ദമായ നിമിഷങ്ങളിലായിരുന്നു അത്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ റണ്ണുകളൊന്നുമില്ലാതെ അവൻ പവനിലേക്ക് മടങ്ങിയപ്പോൾ വിമർശകർ പതിവ് പോലെ തല പൊക്കി തുടങ്ങിയിരുന്നു. സൂര്യൻ അസ്തമിച്ചു എന്ന് പലരും കരുതിയപ്പോൾ സഹതാരം ക്രൂണൽ പാണ്ഡ്യയുടെ വാക്കുകൾ ഒരു പ്രവചനം പോലെ മുഴങ്ങി. ഇപ്പോൾ വിരാടിനെയോർത്ത് ഞാൻ അതിയായി ആവേശഭരിതനാണ്. അവൻ തീർച്ചയായും വലിയൊരു തിരിച്ചുവരവ് നടത്തും. ആ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു എന്ന് കാലം തെളിയിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. RCBയുടെ തൊട്ടടുത്ത മത്സരത്തിൽ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. ക്രൂണൽ പാണ്ഡ്യയുടെ വാക്കുകളെ അനർത്ഥമാക്കിക്കൊണ്ട് കളത്തിൽ ഒരു വിശ്വരൂപം തന്നെ ദർശിക്കാൻ ആരാധകർക്ക് കഴിഞ്ഞു. പഴയ പ്രതാപത്തിന്റെ പൂർണ്ണമായ ആ താളത്തിലേക്ക് മടങ്ങിയെത്തിയ അവൻ ഒരു ഉജ്ജ്വലമായ സെഞ്ചുറിയാണ് പൂർത്തിയാക്കിയത്. തന്റെ വിമർശകർക്ക് ബാറ്റ് കൊണ്ട് അയാൾ മറുപടി നൽകി. പരിക്കേറ്റ സിംഹത്തിന്റെ ഗർജനമായിരുന്നു അത്. ആ മാസ്മരിക ഇന്നിങ്സിലെ ഓരോ ഷോട്ടിലും ക്രിക്കറ്റ് പുസ്തകത്തിലെ മനോഹരമായ കവിതകളായിരുന്നു. പവർ പ്ലേയിൽ ഫൈൻ ലെഗിലേക്ക് പായിച്ച ആ അതിമനോഹരമായ ഷോട്ടൊക്കെ അവന്റെ ക്ലാസ് എന്താണെന്ന് വിളിച്ചോതുന്നതായിരുന്നു. പിന്നീട് അനുകുൽ റോയ്ക്കെതിരെ വായുവിൽ ഉയർത്തിയടിച്ച ആ ലോഫ്റ്റഡ് ഷോട്ട് കാഴ്ചക്കാരുടെ കണ്ണുകൾക്ക് വിരുന്നായി. ഒടുവിൽ സെഞ്ചുറിയിലേക്ക് അടുത്തു നിൽക്കെ കാർത്തിക് ത്യാഗിയുടെ 92-ൽ നിന്ന് 98-ലേക്ക് പായിച്ച ആ ക്ലാസിക് ഫ്ലിക്ക് ഷോട്ട്. ആ ഒരൊറ്റ ഷോട്ടിൽ രാജാവിന്റെ അനായാസതയും ഗംഭീരവും പൂർണ്ണമായും അടങ്ങിയിരുന്നു. വീടുന്നിടത്തു നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ അതിശക്തനായി ഉയർത്തയിൽ നിൽക്കുക, അതാണ് വിരാട് കോഹ്ലി. പ്രതിസന്ധികളെ തന്റെ ബാറ്റിന്റെ കരുത്തുകൊണ്ട് അതിജീവിക്കുന്ന ആ ശൈലി തന്നെയാണ് അവന് ക്രിക്കറ്റ് ലോകത്ത് സമാനതകളില്ലാത്ത രാജാവാക്കുന്നത്. ഇതിനാണ് ഈ രാജാവ് അറിയപ്പെടുന്നത്.
ഇന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന റെക്കോർഡുകളുടെ കൊടുമുടിയിൽ തൻ്റെ പേര് വീണ്ടും തങ്കലിപികളാൽ കൊത്തിവെച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി. ചരിത്രത്തിൽ കാണുന്ന ആ ദൃശ്യം വെറുമൊരു ചരിത്രമാണ്. വെറും 409 ഇന്നിങ്സുകളിൽ നിന്ന് T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികക്കുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കി. ഒപ്പം 10 T20 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനെന്ന സുവർണ നേട്ടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾ വെറുമൊരു കണക്കുകൾ മാത്രമല്ല, മറിച്ച് ക്രിക്കറ്റ് എന്ന കളിയോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. അതെ, ഇത് വിരാട് കോഹ്ലിയാണ്. അയാൾ ഇങ്ങനെയാണ്, റെക്കോർഡുകളുടെ രാജകുമാരനാണ്.